ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരുപാട് കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്നത്. അതായത് നമ്മുടെ ചാനലിൻ്റെ 4000 മണിക്കൂർ അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്, അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ ചാനലിൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. വേറെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഒന്നുമില്ല. ഇത്തരത്തിൽ ഈ 4 കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ 4 കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എന്നതാണ്. നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ടു ദി യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അപ്ലൈ നൗ. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കാണാം. അതായത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, ഇത്തരത്തിൽ 3 ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1ൽ പോയി സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബേസ് ടേംസ് എല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയതിനു ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഐ ആക്സെപ്റ്റ് ദി ബേസ് ടേം എന്നതിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആക്സെപ്റ്റ് ടേംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഇത് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡൺ എന്ന് വന്നിരിക്കുന്നത് കാണാം. അതിനാൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. സൈൻ അപ്പ് ഫോർ ഗൂഗിൾ ആഡ്സെൻസ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് എന്ന് വന്നിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ക്രീൻ കാണാം. യു വിൽ ബി ഡയറക്റ്റഡ് ടു ആഡ്സെൻസ് ടു കംപ്ലീറ്റ് ദിസ് സ്റ്റെപ്പ്. അവിടെ നമ്മോട് ചോദിക്കുന്നത് യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട്. അതായത് ഇവിടെ ചോദിക്കുന്നത് നമുക്കൊരു ആഡ്സെൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നോ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നതിലാണ് പോകേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, നേരത്തെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനായ ഐ ഡോണ്ട് നോ എന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ ഇതുവരെ നിങ്ങൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ജിമെയിൽ അഡ്രസ്സാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് വെച്ച് നിങ്ങൾ ആഡ്സെൻസിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഏത് ജിമെയിൽ ID വെച്ചാണ് ആഡ്സെൻസിലേക്ക് ലോഗിൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. കാരണം പിന്നീട് അതേ ജിമെയിൽ ID വെച്ച് വേണം നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ. അതിനാൽ തന്നെ കുറേ ജിമെയിൽ ID എല്ലാം ആഡ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കറക്റ്റായ ജിമെയിൽ ID അല്ലേ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് റീചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ക്രീനാണ് ഇവിടെ വരിക. ഇവിടെ യുവർ വെബ്സൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നു തന്നെ നമ്മൾ ലോഗിൻ ചെയ്തത് കാരണം ഇവിടെ നമ്മുടെ ചാനലിൻ്റെ URL ഇവിടെ വന്നിട്ടുണ്ട്. അതിന് താഴത്തായി ഗെറ്റ് മോർ ഔട്ട് ഓഫ് ആഡ്സെൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം വേണമെങ്കിൽ, കസ്റ്റമൈസ്ഡ് ഹെൽപ്പ് അല്ലെങ്കിൽ പെർഫോമൻസ് സജഷൻസ് എല്ലാം വേണമെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോ ഡോണ്ട് സെൻഡ് മീ കസ്റ്റമൈസ്ഡ് ഹെൽപ്പ് ആൻഡ് പെർഫോമൻസ് സജഷൻസ് എന്ന് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ എഗ്രിമെൻ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കാം. ഇതിലുള്ള ടേംസ് എല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പേയ്മെൻറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ അക്കൗണ്ട് ടൈപ്പ്, നമ്മുടെ അഡ്രസ്സ്, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കസ്റ്റമർ ഇൻഫോയിൽ അക്കൗണ്ട് ടൈപ്പിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ, അതായത് നമ്മുടെ ചാനൽ വേറെ ആരുമില്ല, ഇത്തരത്തിലാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് വേണം സെലക്ട് ചെയ്യാൻ. അതുപോലെ നെയിം ആൻഡ് അഡ്രസ് എന്നതിൽ ഇവിടെ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. സാധാരണ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ലഭിക്കേണ്ട അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതായത് പെർമനൻ്റ് അഡ്രസ് എല്ലാം കൊടുക്കുന്നതായിരിക്കും നല്ലത്.
ഇത്തരത്തിൽ ഈ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വന്നിരിക്കുന്ന സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റീഡയറക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ ഇത് റീഡയറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പേജ് ബാക്ക് ചെയ്യുകയൊന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് 2 എന്നതിൽ ഇൻ പ്രോഗ്രസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റെപ്പ് 2 നമ്മുടെ ഭാഗത്ത് നിന്നും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ആഡ്സെൻസ് അക്കൗണ്ടിന് ഇതിന് അപ്രൂവൽ ലഭിക്കണം. അപ്പോൾ ഈ അപ്രൂവൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് മണിക്കൂറുകളെല്ലാം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്രൂവൽ കുറച്ച് ദിവസങ്ങളെല്ലാം എടുത്തായിരിക്കും അപ്രൂവ് ചെയ്യുക എന്നാണ്. എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇതുപോലെ അപ്ലൈ ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ, അതായത് 6-7 മണിക്കൂർ കൊണ്ടെല്ലാം ഇത് അപ്രൂവ് ആകാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സെക്കൻഡ് സ്റ്റെപ്പ് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 6 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു അപ്രൂവൽ ലഭിച്ചത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് 2 ഡൺ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ ഇത് സക്സസ്ഫുള്ളി നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ഇത് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായി പോയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് റിവ്യൂഡ് എന്നാണ്. അതിനാൽ തന്നെ ഇവിടെ ഇൻ പ്രോഗ്രസ് എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇത് യൂട്യൂബ് റിവ്യൂ ചെയ്യും. അതായത് നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ പോളിസി എല്ലാം ഓക്കെ ആണോ, നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ ലഭിക്കാനുള്ള അർഹതയുണ്ടോ, ഇതെല്ലാം യൂട്യൂബ് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ അർഹമാണ് എങ്കിൽ ഇത് അപ്രൂവ് ചെയ്യും. അർഹമല്ല എങ്കിൽ ഇത് റിജക്ഷൻ എല്ലാം വരാം. ഈ റിവ്യൂ പ്രോസസ്സ് സാധാരണ കംപ്ലീറ്റ് ചെയ്യാൻ യൂട്യൂബ് ഇവിടെ പറയുന്നത് 1 മാസ സമയമെല്ലാമാണ്. എന്നാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ റിവ്യൂ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് റിവ്യൂ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇത്തരത്തിൽ അപ്രൂവൽ എല്ലാം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് എല്ലാം ലഭിക്കും. അതായത് കൺഗ്രാജുലേഷൻസ്, വെൽക്കം ടു ദി യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന്. അപ്പോൾ ഈ ഒരു മെസ്സേജ് വന്നാൽ മനസ്സിലാക്കാം നമ്മൾ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ അംഗമായി എന്ന്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്